സൺകിസിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. 2020 ചോദിച്ച IT-യുടെ തിയറി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് കുട്ടികളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നവസാമൂഹിക മാധ്യമം ഏത്? അതായത് സോഷ്യൽ മീഡിയ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഓപ്ഷൻസ് ഒന്നും പറയുന്നില്ല, ആൻസർ മാത്രം പറയാം. അതിന്റെ ആൻസർ ഓപ്ഷൻ സി വാട്സപ്പ് എന്നതാണ്. ഓപ്ഷൻ സി വാട്സപ്പ്. ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് HTTP എന്നതിന്റെ പൂർണ്ണ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത്? ഓപ്ഷൻ ഡി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നതാണ് HTTPയുടെ പൂർണ്ണരൂപം. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിന്റെ ടൂൾ ബോക്സിൽ കാണുന്ന ഒരു ടൂളാണ് ചിത്രത്തിൽ. ഇത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ കാണുന്ന ഒരു ടൂളാണ്. ഇതിന്റെ ഉപയോഗം എന്ത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ചതുരം വരയ്ക്കാനാണ് ഈ ടൂള് ഉപയോഗിക്കുന്നത്. ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കിയ ഒരു ചിത്രത്തിന് നൽകിയ നിറത്തിന്റെ കടുപ്പം വ്യത്യാസപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന സങ്കേതം ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി ഒപ്പാസിറ്റി. സ്വതന്ത്ര ദ്വിമാന അനിമേഷൻ സോഫ്റ്റ്വെയറായ സിൻഫിക് സ്റ്റുഡിയോ നിർമ്മിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി റോബർട്ട് ബി ക്വാറ്റിൽബാം. സൺക്ലോക്ക് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇത് 2 പ്രസ്താവനകൾ ശരിയാണ്. ഇത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും ആണ് അതിൻ്റെ ഉത്തരം. സൂര്യന്റെ ഉത്തര ദക്ഷിണായനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് സഹായിക്കുന്നു. ഒരു പ്രദേശത്തിന്റെ രാത്രി പകൽ ദൈർഘ്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഒരു പ്രദേശത്തിന്റെ രാത്രി പകൽ ദൈർഘ്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പൈത്തൺ ഗ്രാഫിക്സിൽ നിർമ്മിക്കാവുന്ന രൂപങ്ങൾക്ക് നിറങ്ങൾ നൽകാൻ ചുവടെ കൊടുത്ത ഏതെല്ലാം പൈത്തൺ നിർദ്ദേശങ്ങൾ ഉപയോഗിക്കാം? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയുമാണ്. ഓപ്ഷൻ ബി കളർ, ഓപ്ഷൻ ഡി പെൻ കളർ. കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രൂപത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ ഡിജിറ്റൽ രൂപത്തിൽ. പൈത്തൺ ഗ്രാഫിക്സ് പ്രോഗ്രാമിംഗിൽ ടർട്ടിൽ ഗ്രാഫിക്സ് പ്രവർത്തനക്ഷമമാക്കുന്നതിന് നൽകേണ്ട നിർദ്ദേശം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അതിന്റെ ആൻസർ ഓപ്ഷൻ സി ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട്. From turtle import. From turtle import for I in range 6, forward 100, right. ഇവിടെ ഡാഷ് ഇട്ടിട്ടുണ്ട്. സമഷഡ്ഭുജം നിർമ്മിക്കുന്നതിന് തയ്യാറാക്കിയ പൈത്തൺ പ്രോഗ്രാമിലെ റൈറ്റ് നിർദ്ദേശത്തിൽ നൽകേണ്ട കോണളവ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഇതിന്റെ ആൻസർ 60 എന്താണ് ഉത്തരം. 360 ഡിഗ്രി കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് 60 × 6 36 അങ്ങനെ 360 ലഭിക്കണം. ഇതിന്റെ ആൻസർ 60 എന്നതാണ്. ഓപ്ഷൻ എ 60. ലിബർ ഓഫീസ് ബേസിൽ തയ്യാറാക്കുന്ന ഒരു പട്ടികയിലെ വിവരങ്ങൾ ഏതുതരം ഡാറ്റയാണെന്ന് തിരിച്ചറിയുന്നതിന് ചുവടെ നൽകിയവയിൽ ഏതാണ് നിർവചിക്കേണ്ടത്? ബ്രാക്കറ്റിലെ ടെക്സ്റ്റ് ഉണ്ട്, ചിത്രമുണ്ട്, സംഖ്യയുണ്ട്. അതിലെ ആൻസർ ഓപ്ഷൻ ബി ഫീൽഡ് ടൈപ്പ് എന്നതാണ്. നാം നിർമ്മിച്ച ചലച്ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ പങ്കുവയ്ക്കാൻ സഹായിക്കുന്ന വെബ്സൈറ്റ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി youtube.com. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന്
ശരിയായ രണ്ടെണ്ണം തിരഞ്ഞെടുക്കുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബിയും ഇയും ആണ്. ഓപ്ഷൻ ബി. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുന്ന ചിത്രങ്ങളുടെ തനത് ഫയൽ ഫോർമാറ്റ് ആണ് .svg എന്നത്. svg എന്നതിന്റെ പൂർണ്ണരൂപം സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് എന്നതാണ്. വിറ്റ്മാപ്പ് ചിത്രങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനും ഇങ്ക്സ്കേപ്പിൽ സൗകര്യമുണ്ട്. സിൻഫിക് സ്റ്റുഡിയോ ഉപയോഗിച്ച് തയ്യാറാക്കിയ രണ്ട് തരം ഫയലുകളാണ് bird.sifz bird.dv എന്നിവ. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ രണ്ട് പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിന്റെ ആൻസർ പ്രൊജക്റ്റ് ഫയലായി സേവ് ചെയ്തതാണ് bird.sifz. വീഡിയോ ഫയലായി എക്സ്പോർട്ട് ചെയ്തതാണ് bird.dv. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയുമാണ്. ലിബർ ഓഫീസ് റൈറ്ററിലെ ഹെഡിംഗ് 1 സ്റ്റൈൽ മോഡിഫൈ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ജാലകത്തിന്റെ ഒരു ഭാഗമാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിലെ ഫോണ്ട് ടാബിൽ ചുവടെ നൽകിയിരിക്കുന്ന ഏതെല്ലാം സൗകര്യങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്? ഇതാണ് ഫോണ്ട് ടാബ്. ഇതിൽ ലഭ്യമായത് ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയുമാണ്. ഓപ്ഷൻ ബിയിലെ അക്ഷരങ്ങളുടെ വലുപ്പം മാറ്റുന്നതിന് നമ്മൾ ഫോണ്ട് ടാബിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ ഫോണ്ട് ഫാമിലി മാറ്റുന്നതിനും ഫോണ്ട് ടാബിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. വിവിധ രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമേഖലകൾ കണ്ടെത്തണം. ഇതിന് ചുവടെ നൽകിയിരിക്കുന്ന ഏത് സോഫ്റ്റ്വെയർ ആണ് അനുയോജ്യം? ആൻസർ ഓപ്ഷൻ എ സൺക്ലോക്ക്. സൺക്ലോക്ക് സോഫ്റ്റ്വെയർ മെനു ബാറിലെ ഒരു ഭാഗമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഇതിലെ മാർക്ക് ചെയ്ത ബി ടൂൾ ഉപയോഗിക്കുന്നത് എന്തിന്? ബി എന്ന ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി. സൺക്ലോക്കിലെ സമയം പിന്നോട്ട് നീക്കുന്നതിനാണ് ബി എന്ന ടൂൾ ഉപയോഗിക്കുന്നത്. ലിബർ ഓഫീസ് ബേസിൽ തയ്യാറാക്കിയ ഡാറ്റാബേസ് ഫയൽ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ library.odb. ODP എന്നത് ലിബർ ഓഫീസ് ഇംപ്രസിന്റെ എക്സ്റ്റൻഷൻ ആണ്, അതായത് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇത് library.ods എന്നത് സ്പ്രെഡ്ഷീറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ ആണ്, അതായത് ലിബർ ഓഫീസ് കാൽക്കിന്റെ എക്സ്റ്റൻഷൻ ആണ്. ഇത് ODT എന്നത് ലിബർ ഓഫീസ് റൈറ്ററിന്റെ എക്സ്റ്റൻഷൻ ആണ്. ഇത് മനസ്സിലാക്കുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ library.odb. സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന ഫയലുകളുടെ തനത് ഫയൽ ഫോർമാറ്റ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി SIFZ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേബിളുകൾ ഇല്ലാതെ വിവര കൈമാറ്റം സാധ്യമാക്കുന്നതിനുള്ള രണ്ട് സാങ്കേതിക വിദ്യകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയുമാണ്. ഓപ്ഷൻ എ വൈഫൈ, ഓപ്ഷൻ സി ബ്ലൂടൂത്ത്. സുനിൽ തയ്യാറാക്കിയ സ്റ്റൈലുകളാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഇവ ഈ കാണുന്നത് സുനിൽ തയ്യാറാക്കിയ സ്റ്റൈലുകളാണ്. ഇവ വെബ് പേജിൽ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന സവിശേഷതകൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയുമാണ്. ഓപ്ഷൻ ബി, വെബ് പേജുകൾക്ക് അക്വ എന്ന പശ്ചാത്തല നിറം ലഭിക്കുന്നു. വെബ് പേജുകൾക്ക് അക്വ എന്ന പശ്ചാത്തല നിറം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ബോഡി ബാക്ക്ഗ്രൗണ്ടിലാണ് അക്വ എന്നത് എഴുതി കൊടുക്കേണ്ടത്, ബോഡി ബാക്ക്ഗ്രൗണ്ടിൽ. അതേപോലെ തന്നെ തലക്കെട്ടുകൾക്ക് ഗോൾഡ് എന്ന പശ്ചാത്തല നിറം ലഭിക്കുന്നു. തലക്കെട്ടുകൾക്ക് ഗോൾഡ് എന്ന പശ്ചാത്തല നിറം ലഭിക്കുന്നു. തലക്കെട്ടുകൾക്ക് ഗോൾഡ് എന്ന പശ്ചാത്തല നിറം ലഭിക്കാൻ ഹെഡിങ് 2-ലാണ് ബാക്ക്ഗ്രൗണ്ട് ഗോൾഡ് എന്നത് എഴുതി കൊടുക്കേണ്ടത്.
പൈത്തൺ പ്രോഗ്രാമുകളിൽ ഫോർ എന്ന ആവർത്തന നിർദ്ദേശത്തിന്റെ കൂടെ ഉൾപ്പെടുത്തേണ്ട നിർദ്ദേശം ഏത്? ഫോർ ഐ ഇൻ റേഞ്ച്. ഇവിടെ റേഞ്ച്, ഓപ്ഷൻ സി റേഞ്ച് എന്നാണ് അതിന്റെ ആൻസർ. ക്യൂജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന വിഭവ ഭൂപടത്തിൽ പുതിയതായി നിർമ്മിച്ച ലെയറിലേക്ക് വിവരങ്ങൾ ചേർക്കുന്നതിനുള്ള പ്രവർത്തനക്രമം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ടോഗിൾ എഡിറ്റിംഗ് ആഡ് ഫീച്ചർ. ടോഗിൾ എഡിറ്റിംഗ് ആഡ് ഫീച്ചർ. TCP/IP പ്രോട്ടോകോളിന്റെ ഇപ്പോൾ നിലവിലുള്ള വേർഷനുകളാണ് IPv4 IPv6 എന്നിവ. ഇതിൽ IPv4 പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു നെറ്റ്വർക്ക് IP അഡ്രസ്സിന്റെ വലുപ്പം എത്ര ബിറ്റാണ്? അതിന്റെ ആൻസർ 32 ബിറ്റ്. IPv6ൻ്റെത് 128 ബിറ്റാണെന്ന് ഓർക്കുക. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടർ ലാബ് നെറ്റ്വർക്ക് ചെയ്യുന്നതിന് അത്യാവശ്യം വേണ്ട ഉപകരണം? ആൻസർ ഓപ്ഷൻ ഡി മോഡം. ഓപ്ഷൻ ഡി മോഡം. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ അർദ്ധവൃത്തത്തിനനുസരിച്ച് അക്ഷരങ്ങളെ കമാനാകൃതിയിൽ ക്രമീകരിക്കുന്നതിനുള്ള 2 പ്രവർത്തനങ്ങൾ ചുവടെ നിന്ന് തിരഞ്ഞെടുക്കുക. അക്ഷരങ്ങൾ അർദ്ധവൃത്താകൃതിയിൽ. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ അർദ്ധവൃത്തത്തിനനുസരിച്ച് അക്ഷരങ്ങളെ കമാനാകൃതിയിൽ ക്രമീകരിക്കുന്നതിനുള്ള 2 പ്രവർത്തനങ്ങൾ ചുവടെ നിന്ന് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ആൻസർ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഇയുമാണ്. ആദ്യം ഓപ്ഷൻ ബി അക്ഷരങ്ങളും അർദ്ധവൃത്തവും സെലക്ട് ചെയ്യുക. ആദ്യം അക്ഷരങ്ങളും അർദ്ധവൃത്തവും സെലക്ട് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റിന് പുട്ട് ഓൺ പാത്ത് സങ്കേതം ഉപയോഗിക്കുക. അപ്പോഴേ അക്ഷരങ്ങൾ കമാനാകൃതിയിൽ ദൃശ്യമാകും. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നവസാമൂഹിക മാധ്യമം ഏത്? ഉത്തരം വാട്സപ്പ്. ഇത് നേരത്തെ